എന്തുകൊണ്ട് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മൗനം തുടരുന്നു? മോദിയുടെ ഇ.ഡി. പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ ദുരൂഹ മൗനം തുടരുകയാണ്. മോദി വി.ഡി. കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ഇ.ഡി. പിണറായിയുടെ വീട്ടിലേക്ക് റെയ്ഡിനെത്തിയത്. ശക്തമായ വിമർശനമാണ് മുഖ്യമന്ത്രി നേരിടുന്നത്. എന്നിട്ടും മിണ്ടുന്നില്ല, പ്രതികരിക്കുന്നില്ല. 8 തവണയാണ് മാധ്യമപ്രവർത്തകർ ഇതേപ്പറ്റി ചോദിച്ചത്. വി.ഡി. സതീശൻ്റെ മംഗലാപുരം യാത്രയും സംഘപരിവാർ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്നവരുമായുള്ള അവിടുത്തെ ചർച്ചയും രത്തൻ ഖേൽക്കറിനെ സ്വന്തം ഓഫീസിൽ എത്തിച്ചതുമൊക്കെ കൂട്ടി വായിച്ച് എന്തോ ചില ധാരണകൾ രൂപപ്പെട്ടുവെന്ന സംശയം പ്രബലമാണ്. ഇതുകൊണ്ടുകൂടിയാണ് മുഖ്യമന്ത്രി തുടരുന്ന മൗനത്തിൽ ദുരൂഹത ആരോപിക്കുന്നത്. CMRL ഉടമ ശശിധരൻ കർത്തായുടെ പണമിടപാട് ഡയറിയിലെ ചുരുക്കപ്പേരിൽ ഉൾപ്പെട്ട 2 മന്ത്രിമാർ വി.ഡി. സതീശൻ മന്ത്രിസഭയിലുണ്ട്. മന്ത്രി കെ മുരളീധരൻ പറഞ്ഞ പോലെ ഇ.ഡി. സെക്രട്ടേറിയറ്റിലേക്ക് വന്നേക്കാം എന്ന ആശങ്കയും പലർക്കുമുണ്ട്. രമേശ് ചെന്നിത്തലയും പി കെ കുഞ്ഞാലിക്കുട്ടിയും പണം കൈപ്പറ്റിയത് സമ്മതിച്ച നേതാക്കളാണ്. PV എന്ന ചുരുക്കപ്പേര് താനല്ലെന്ന് നിയമസഭയിലും പുറത്തും ശക്തമായി പറഞ്ഞയാളാണ് പിണറായി വിജയൻ. വീണയുടെ എക്സാലോജിക് കമ്പനി നടത്തിയ നിയമപരമായ ഇടപാടുകളെ പിണറായിക്കെതിരായ രാഷ്ട്രീയ വേട്ടയ്ക്കുള്ള ആയുധമാക്കി മോദിയും ഇ.ഡിയും ഉപയോഗിച്ചപ്പോഴൊക്കെ അതിനെതിരെ ശക്തമായി പ്രതികരിച്ചയാളുകൂടിയാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ. മൗനമായിരുന്നില്ല പിണറായിയുടെ ഭാഷ. രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് ഒഴികെ രാജ്യത്തെ മതനിരപേക്ഷ ജനാധിപത്യ പാർട്ടികളുടെ ആകെ പിന്തുണ പിണറായിക്കും CPIM-നും കിട്ടിയിട്ടുമുണ്ട്. രാഷ്ട്രീയ അന്തസ്സില്ലാത്ത ഇ.ഡിയുടെ നടപടികളെ എതിർക്കാതിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ദുരൂഹ മൗനത്തിന് പിന്തുണയുടെ സ്വരമാണ്, ഭാഷയാണ്.